നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിയിൽ ഐഡിയലായിട്ട് എന്തുമാത്രം വെയിറ്റ് കൂടണം, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് കൂടുന്നത്, പ്രഗ്നൻസിയിൽ ഡയറ്റിങ് പറ്റുമോ തുടങ്ങി നൂറുകൂട്ടം സംശയങ്ങളുണ്ട്. നമുക്കറിയാം, ഐഡിയലായിട്ടുള്ള ഒരു വെയിറ്റുള്ള ആൾക്ക് അല്ലെങ്കിൽ ആ BMI ആവറേജ് ആയിട്ടുള്ളവർക്ക് ഏകദേശം ഒരു 12 കിലോ വെയിറ്റ് ഗെയിനാണ് വേണ്ടത്. ഇതിൻ്റെ റേഞ്ച് നമുക്കൊരു 11 മുതൽ ഒരു 16 കിലോഗ്രാം വരെയാകാം. എന്തുമാത്രം വെയിറ്റ് ഗെയിൻ വേണം എന്നുള്ളത് അവരുടെ പ്രഗ്നൻസിക്ക് മുമ്പുള്ള ബോഡി മാസ് ഇൻഡെക്സിനെ അനുസരിച്ചിരിക്കും. നമുക്കറിയാം, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരാളുടെ ഹൈറ്റ് എത്ര സെൻറ്റിമീറ്റർ, അവരുടെ വെയിറ്റ് എത്ര കിലോഗ്രാം, അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് ബോഡി മാസ് ഇൻഡെക്സ്. ഈ BMI കൂടുതലുള്ളവർ, ഓവർ വെയിറ്റ് ഒബീസ് ആയിട്ടുള്ളവർക്ക് ഒരു 4 to 11 കിലോഗ്രാം വെയിറ്റ് ഗെയിൻ മതിയാകും. എന്നാൽ വെയിറ്റ് കുറഞ്ഞവർ, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരിൽ 13 മുതൽ 18 കിലോഗ്രാം വരെ വെയിറ്റ് ഗെയിൻ വേണം. എന്താണ് ഈ പ്രഗ്നൻസിയിൽ ഇങ്ങനെ വെയിറ്റ് കൂടാൻ കാരണം? നമുക്കറിയാം, കുഞ്ഞിൻ്റെ വെയിറ്റ് സാധാരണ കുഞ്ഞിന് ഏകദേശം ഒരു 3-3.5 കിലോയുള്ള കുഞ്ഞിൻ്റെ വെയിറ്റ് ആകാം. അതിൻ്റെ കൂടെ തന്നെ പ്ലാസൻ്റായ്ക്ക് ഏകദേശം ഒരു 700 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ ആകാം. ആ കുഞ്ഞിന് ചുറ്റുമുള്ള ആ ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയത്തിൻ്റെ വെയിറ്റ് ഏകദേശം 1 കിലോഗ്രാം ആകാം. അമ്മയ്ക്ക് ഭാവിയിൽ ബ്രസ്റ്റ് മിൽക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ ആ വെയിറ്റ് ഗെയിൻ ഏകദേശം 1 കിലോഗ്രാം കൂടാം. അതുപോലെ ബ്ലഡ് വോളിയം കൂടാം, ഫാറ്റ് ഡിപ്പോസിറ്റ് കൂടാം. അങ്ങനെ പല കാര്യങ്ങളാണ് ഈ വെയിറ്റ് ഗെയിന് പിന്നിലുള്ളത്. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ വെയിറ്റ് ഗെയിൻ അധികം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് 1 കിലോഗ്രാം മുതൽ 2 കിലോഗ്രാം വരെയൊക്കെ വെയിറ്റ് കൂടാം. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററുകളിലാണ് സാധാരണ വെയിറ്റ് കൂടുന്നത്. ഏകദേശം ഒരു 5-ാമത്തെ മാസത്തിന് ശേഷം, 20 ആഴ്ചയ്ക്കൊക്കെ ശേഷമാണ് ഈ വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക. 500 ഗ്രാം പെർ വീക്ക് ആണ് സാധാരണഗതിയിൽ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റ് ഗെയിൻ. പിന്നെ ഈ ആദ്യത്തെ മാസങ്ങളിൽ അപ്പോൾ കുറച്ച് മോർണിംഗ് സിക്നസ്, ഛർദിൽ കാരണമൊക്കെ വെയിറ്റ് കൂടിയില്ല എന്നോർത്ത് സാധാരണ അങ്ങനെ വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഐഡിയൽ വെയിറ്റ് ഗെയിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക? അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രിയൻസ് എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റിലൂടെയാണ് ഇത് സാധിക്കുന്നത്. സാധാരണ ഓവർ വെയിറ്റ് ഉള്ളവരോടൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ ഡയറ്റിങ്ങോ അല്ലെ വെയിറ്റ് കുറയ്ക്കാനോ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ അവരുടെ ആ വെയിറ്റ് ഗെയിൻ മറ്റുള്ളവരുടെ ഇതുപോലെ അത്ര നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല എന്നതാണ്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കണം എന്ന്. അത് ശരിയല്ല. ആദ്യത്തെ മാസങ്ങളിൽ 1800 കാലറിയാണ് ഒരു പ്രഗ്നന്റ് ലേഡിയുടെ റിക്വയർമെൻ്റ് എങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഏകദേശം 2300, അവസാനത്തെ മാസങ്ങളിൽ 2400 കാലറി പെർ ഡേ ആണ് റിക്വയർമെൻറ്റ്. അപ്പം അതിൻ്റെ അർത്ഥം 2 പേരുടെ ഭക്ഷണം കഴിക്കേണ്ട, എക്സ്ട്രാ ആയിട്ടുള്ള ആ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു 300-400 കാലറിയുടെ എക്സ്ട്രാ റിക്വയർമെൻറ്റ് സാധാരണ വരാറുണ്ട്. നമുക്ക് ഈ ഓവർ വെയിറ്റ് ആവാതെ നമുക്ക് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? നമ്മൾ പറഞ്ഞു, ബാലൻസ്ഡ് ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ശ്രദ്ധിക്കുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഷുഗർ കുറയ്ക്കുക, അതുപോലെ സ്വീറ്റനിങ് ഏജൻസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക, ഫാറ്റ് കുറയ്ക്കുന്ന ഫുഡ്സ്, അതായത് ഇപ്പം പാല് പല പ്രാവശ്യം കുടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ലോ ഫാറ്റ് മിൽക്ക് കുടിക്കുക, യോഗട്ടൊക്കെ ആണെങ്കിൽ ലോ ഫാറ്റുള്ള യോഗട്ടൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ഈ ബേക്കറി ഐറ്റംസ്, കേക്ക്, അങ്ങനത്തെ ഏജൻസൊക്കെ, പ്രത്യേകിച്ച് കാലറി ഒത്തിരി കൂടുതലുള്ള അങ്ങനത്തെ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ കാലറി കൂടുതലാവുന്നു. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പ്രഗ്നൻസിയിലെ വെയിറ്റ് ഗെയിൻ കൂടുതലായാൽ അമ്മയ്ക്കും കുഞ്ഞിനും പ്രോബ്ലംസ് ഉണ്ടാകാം. അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ കാണുന്ന ഷുഗർ, പ്രഷർ, അതുപോലെ വെയിറ്റ് കൂടിയതിന് ഉള്ള കോംപ്ലിക്കേഷൻസ്. കുഞ്ഞിനാണെങ്കിൽ വെയിറ്റ് കൂടിയാൽ ഷോൾഡർ സ്റ്റക്കാവുന്ന ഷോൾഡർ ഡിസ്റ്റോഷ്യ, അതുപോലെ സിസേറിയൻ്റെ സാധ്യത കൂടുതൽ തുടങ്ങിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാം. അമ്മയുടെ വെയിറ്റ് അഡിക്വേറ്റായിട്ട് കൂടിയില്ലെങ്കിലും പ്രോബ്ലമാണ്. വെയിറ്റ് കൂടുതൽ കൂടാഞ്ഞാൽ കുഞ്ഞിന് തൽഫലമായി വെയിറ്റ് കുറവുണ്ടാവാം, മാസം തികയാതെയുള്ള പ്രസവം ഉണ്ടാകാം, തൽഫലമായ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവാം. പ്രഗ്നൻസിയിൽ ബാലൻസ് ഡയറ്റിനോടൊപ്പം തന്നെ മോഡറേറ്റ് എക്സസൈസും അത്യാവശ്യമാണ്. നേരത്തെ സ്വിമ്മിങ്, വാക്കിങ് തുടങ്ങിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വെയിറ്റ് ഗെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു നോർമൽ ആവശ്യത്തിന് വേണ്ട വെയിറ്റ് ഗെയിൻ മാത്രം പ്രഗ്നൻസിയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വെയിറ്റ് ഗെയിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
നന്ദി, നമസ്കാരം.